محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപകർമ്മങ്ങളെയും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മളുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനവധി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ടതും മഹത്തായതുമായ അനുഗ്രഹം അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുക, അതിനുള്ള വഴികൾ തുറന്നു തരിക എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ അനുഗ്രഹമായി കണക്കാക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികമായ നിഅമത്തുകളെ കുറിച്ചിട്ടാണ്. അനുഗ്രഹങ്ങളെന്ന് നമ്മൾ അതിനെയാണ് വിളിക്കാറുള്ളത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, സൗകര്യങ്ങൾ, ഭൗതികമായി നമുക്ക് സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന വിഭവങ്ങളെയും വിഷയങ്ങളെയും വസ്തുക്കളെയും ഒക്കെയാണ് നമ്മൾ അനുഗ്രഹം എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഏറ്റവും മഹത്തായ വിലപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ്. അതിന് ആധികാരികമായ വഴി തുറന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. ആ ഖുർആനിൻ്റെ അവതരണം മുഖേനയാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ മാസത്തിന് ഇത്രയേറെ മഹത്വമുണ്ടായത്. ഖുർആൻ എന്താണ്? ഖുർആൻ എന്തിനാണ്? ഖുർആൻ അവതരിച്ചത് എന്ത് സന്ദേശം നമുക്ക് സമ്മാനിക്കാനാണ്? പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ എന്നും റമദാനിന് വലിയ മഹത്വമുണ്ട് എന്നുമൊക്കെ മുസ്ലിമീങ്ങളായ നമുക്ക് പൊതുവെ അറിയുന്ന ഒരു സംഗതിയാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ഈ മാസത്തിന് അല്ലാഹു മഹത്വം നൽകിയത് ഖുർആൻ അവതരിച്ചു എന്നതിൻ്റെ പേരിലാണ്. എന്തിനാണ് ഖുർആൻ അവതരിച്ചത്? എന്താണ് ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം? നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കുറിച്ച് അറിയണം.
നമ്മുടെ രക്ഷിതാവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയണം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് ശരിയുടെ മാർഗത്തിലൂടെ നടക്കാനും തെറ്റിൽ നിന്നും അകന്നു നിൽക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ അവതരിച്ച മാസത്തിൽ അള്ളാഹു 30 ദിവസക്കാലം നമ്മോട് പട്ടിണിയിരിക്കാൻ പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി പോലും സമയം ചെലവഴിക്കാതെ അതിൽ നിന്നൊക്കെ വിട്ടകന്ന് നിന്നുകൊണ്ട് പടച്ചവനിലേക്ക് തിരിയാനുള്ള ഒരു മനസ്സും ശരീരവും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമുക്ക് ഖുർആൻ തന്നത്, റമദാൻ തന്നത്. ഈ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും വലിയ പാഠം എന്താണ്? അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പാഠം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം എന്ന് പറയുന്നത്. അതാണ് ഫാത്തിഹത്തുൽ കിതാബ്. ഇതിൻ്റെ തുടക്കം അതാണ്. എന്താ അതിൽ പറയുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും എന്ന് പറയും. അഥവാ ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്ന പാഠം, ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട വിശ്വാസം, വിചാരം, ബോധ്യം സർവ്വലോകങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവിനെ കുറിച്ചിട്ടാണ്. ആ രക്ഷിതാവിൻ്റെ കഴിവുകളെക്കുറിച്ചിട്ടാണ്, കുദ്റത്തുകളെക്കുറിച്ചിട്ടാണ്. അവൻ്റെ കുദ്റത്തും കഴിവും ശക്തി വൈഭവങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. ഖുർആനിൻ്റെ പല സൂറത്തുകളും ആരംഭിക്കുമ്പോൾ അള്ളാഹുവിനെ മഹാത്മ്യപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ആയത്തുകൾ ആരംഭിക്കുന്നത്. ഖുർആൻ അവതരിച്ചത് തന്നെ അതിനുവേണ്ടിയാണ് എന്ന് സാരം. ഖുർആൻ അവതരിച്ചത് തന്നെ അതിനുവേണ്ടിയാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കിടയിൽ ഇങ്ങനെ അത്യാവശ്യമായി നമ്മൾ അറിയേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പറച്ചിലുകളും കേൾക്കലുകളുമൊക്കെ വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹിനെ കുറിച്ചിട്ട് ആരാ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചിട്ട് ആരാ കേൾക്കുന്നത്? അതിന് നമുക്ക് എവിടെയാ സമയം? നമ്മൾ വഅദുകളുടെയും നസീഹത്തുകളുടെയും തഅലീമുകളുടെയും സദസ്സിലും പറയാനായി തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകൾ, വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ വേറെ പലതുമാണ്. ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുക്കാനുള്ള ത്വരയിൽ നമ്മൾ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ശാസ്ത്രീയമായ നിലയിൽ മറുപടി കൊടുക്കാനുള്ള വെപ്രാളത്തിലാണ് നമ്മുടെ സംസാരങ്ങളിലെ തത്രപ്പാടുകളൊക്കെ കാണുക. പക്ഷേ അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ഒരുത്തനോട് അള്ളാഹ് ഉണ്ടെന്ന് പ്രസംഗിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ആ അള്ളാഹുവിനെ കുറിച്ചിട്ട് എത്ര ബോധ്യമുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ? എത്ര വിചാരമുണ്ട്, വിശ്വാസമുണ്ട്? എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് എത്രത്തോളം വിശ്വാസമുണ്ട്, എത്രത്തോളം ബോധ്യമുണ്ട്? പ്രിയപ്പെട്ടവർ, വളരെ പ്രധാനമായി നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു പാഠമാണിത്, ഒരു വിഷയമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വളർന്നു വരുന്ന പുതിയ തലമുറയെ നമ്മൾ ഈ സംഗതിയെ പഠിപ്പിച്ചു കൊടുക്കണം നിർബന്ധമായും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, മൻ കാന അവ്വലു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും അവൻ്റെ ആദ്യത്തെ വാക്ക്, വർത്തമാനം നാവിൽ നിന്നും മൊഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ഇനി ഒരു പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനും മാത്രം പക്വതയും തിരിച്ചറിവും നാവ് വഴങ്ങലും ഒന്നും ആ കുട്ടിക്ക് ലഭിച്ചില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആദ്യം അല്ലാഹ് അല്ലാഹ് എന്ന് പറയണം. ആദ്യമായി സംസാരിച്ച് തുടങ്ങുമ്പോൾ, നാവനയ്ക്ക് തുടങ്ങുമ്പോൾ അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിക്കണം നമ്മൾ. അത് വാപ്പയുടെ ഉത്തരവാദിത്വമാണ്, ഉമ്മാൻ്റെ ഉത്തരവാദിത്വമാണ്. ഉമ്മയും വാപ്പയും എന്താണോ കൂടുതൽ പറയുന്നത്,
ഉമ്മയും ബാപ്പയും കൂടുതൽ പറയുന്നത് കേൾക്കുന്ന കുഞ്ഞ് അത് ഏറ്റു പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു കൃത്യമായ അധ്യാപനം അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ കുഞ്ഞു മനസ്സുകളിൽ അല്ലാഹ് 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 എന്ന ബോധമുണ്ടാക്കണം. അവരുടെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന ആദ്യത്തെ അക്ഷരം അല്ലാഹ് എന്നതാകണം. അവന് ഇതിൽ തന്നെ നിലനിൽക്കുകയും വേണം. അവസാനം അവൻ്റെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന വേളയിലെ വാക്കും അതായിത്തീരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഭൂമിയിൽ നിന്നും വിട പറയുമ്പോൾ നമ്മുടെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരിക്കണം. അത് പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ സിലബസ് ബേസിൽ പഠിച്ചെടുക്കുന്ന മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകുന്ന ഒരു സംഗതിയല്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൊല്ലിപ്പഠിക്കാൻ പറ്റും, പറഞ്ഞു പഠിക്കാൻ പറ്റും, പ്രസംഗിച്ച് കേൾപ്പിക്കാനും പ്രസംഗിച്ച് കേൾക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ തുടക്കവും ഒടുക്കവും ഒരുപോലെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് സ്വർഗവാസി. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ സ്വർഗം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ ആ മാർഗത്തിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചവൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതിനാണ് പരിശുദ്ധ റമദാൻ നമുക്ക് തന്നത്. പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത് ഈ ഒരു പരിശീലനത്തെ എളുപ്പമാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ എന്തിനാണ് റമദാൻ എന്ന് ചോദിച്ചാൽ, മരിക്കുമ്പം കലിമ പറഞ്ഞു മരിക്കാൻ പഠിക്കാനാണ് റമദാൻ അള്ളാഹു നമുക്ക് തന്നത്. അഥവാ മരിക്കുമ്പോൾ കലിമ പറഞ്ഞു മരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള എളുപ്പവഴി എന്താണ്? അതിനുള്ള എളുപ്പവഴി ജീവിക്കുമ്പോൾ ഈ കലിമ അനുസരിച്ചിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ജീവിക്കുമ്പോൾ ഈ കലിമ അനുസരിച്ചിട്ട്, കലിമയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്, കലിമ നമുക്ക് നൽകുന്ന സന്ദേശത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, സാധിക്കുക. അതാണ് കലിമ പറഞ്ഞു മരിക്കലും കലിമ പറഞ്ഞു മരിച്ചാൽ സ്വർഗം നേടലും എന്ന് നമുക്ക് ഖുർആൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. മുന്നിൽ കാണുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ നമ്മളുടെ ഒക്കെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ കേട്ടില്ല. മുമ്പിലിരുന്നിട്ട് നമ്മൾ രണ്ടാൾ സംസാരിക്കുക, വേറെ ആരുമില്ല, മൂന്നാമതൊരാളൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ കേട്ടില്ല. ശരിയാണ്, കേട്ടില്ല, കേൾക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ കാതുകളിലേക്ക് വന്നടിക്കുന്ന ഈ ശബ്ദങ്ങൾ കാതുകൾ സ്വീകരിക്കുന്നു, പക്ഷേ ഖൽബുകളിലേക്ക് ഇറങ്ങുന്നില്ല. കാതുകൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ഖൽബുകളിലേക്ക് ഇറങ്ങുന്നില്ല. വളരെ അത്യാവശ്യമുള്ള ദുനിയവിയായ വിഷയത്തിൽ നമ്മളുടെ നിലപാട് ഇപ്രകാരമാണെങ്കിൽ, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞ വിഷയങ്ങൾ, അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ, ഗൈബിയായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചിട്ട് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് രണ്ട് കാത് പോരാ പ്രിയപ്പെട്ടവരെ, രണ്ട് കാതൊന്നും പോരാ. ഔ അൽ ഖസ്സം വഹുവ ഷഹീദ്. ഖുർആൻ പറഞ്ഞത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഔ അൽ ഖസ്സം വഹുവ ഷഹീദ്. ഖുർആൻ എത്ര രസകരമായ നിലയിലും എത്ര സുന്ദരമായ നിലയിലുമാണ് നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നത്. ഔ അൽ ഖസ്സം വഹുവ ഷഹീദ്. ഒരു കാര്യം പടച്ചവനെക്കുറിച്ചിട്ട് പറയുമ്പോൾ, പരലോകത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ, ഗൈബിയായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അവൻ വെറുതെ കേൾക്കുന്നു എന്ന് തലയാട്ടിയാൽ പോരാ. അൽ ഖസ്സം വഹുവ ഷഹീദ്. അവൻ്റെ കേൾവി അവിടെ ഇട്ടുകൊടുക്കണം. കാത് ഇവിടെ ഉണ്ടാകണം. കാത് മാത്രം ഇവിടെ ഉണ്ടായാൽ പോരാ. വഹുവ ഷഹീദ്. അവൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയായിരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയായി. നമ്മൾ കേൾക്കുന്നതൊന്നാണ്, ചിന്തിക്കുന്നത് വേറെ ഒന്നാണ്. കേൾക്കുന്നതോ, ഞാൻ ഇപ്പോൾ പുരക്കുന്നിങ്ങനെ ഇറങ്ങുമ്പോൾ തിരക്കാക്കിയിട്ട് ഇറങ്ങുകയാണല്ലോ. ഒന്നാമത് സുഖമില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങുന്നത്. ചില സഹോദരങ്ങൾ വിചാരിക്കും, കാമ്പസാറിൽ പോയി ഇങ്ങനെ ഇരുന്ന് 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ ഇയാൾക്ക് പറ്റുമല്ലോ, നമ്മളൊരു പരിപാടിക്കുള്ളിക്ക് മാത്രം ഇയാൾ രോഗ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ പലരും ചോദിക്കുകയും പറയുകയും ചെയ്തതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. കാമ്പസാറിൽ പ്രസംഗിക്കാൻ മാത്രം എനിക്ക് ആരോഗ്യം, അല്ലാത്തടത്ത് വിളിക്കുമ്പോൾ ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോൾ
കുറച്ച് സഹോദരങ്ങൾ പുറത്ത് കാത്തു നിന്നു എന്നെ പരിപാടിക്ക് നിർബന്ധിക്കാൻ വേണ്ടി. ഞാൻ അവരോട് വളരെ താഴ്മയോടുകൂടി പറഞ്ഞു, നിവൃത്തികേട് കൊണ്ട് ഞാൻ വരുന്നതാണ്, വളരെ വിഷമിച്ചും പ്രയാസപ്പെട്ടിട്ടാണ് വരുന്നത്, പിന്നെ നാണക്കേട് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രോഗിയാണെന്ന് അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അവസാനം ആ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാൻസ് തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒഴിവുണ്ട്, പൂർണ്ണമായി ഒഴിവാണ്, പരിപാടി ഒന്നുമില്ല, ഫുൾ ഒഴിവാ, ബെഡിലിങ്ങനെ കിടക്കലാണ്, വേറെ പണിയൊന്നുമില്ല, ഒഴിവിൻ്റെ കുറവൊന്നുമില്ല, പക്ഷെ ആരോഗ്യമില്ല, വരാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് എഴുന്നേറ്റ് റെഡിയായി വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഭാര്യ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളോടെല്ലാം പറയാൻ പറ്റും ചില കാര്യങ്ങൾ, അത് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഈ സമയത്ത് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറുള്ളൂ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് കാറിൽ കയറി ഇരിപ്പുറപ്പിച്ചിട്ട് അങ്ങ് പോയി വരട്ടെ. സ്വാഭാവികമല്ലേ? ഈ സമയത്ത് നീ ഇതെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞാൽ എനിക്കത് തലയിൽ കയറണമെന്നില്ല, അത് ഓർമ്മയോടെ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരു പക്ഷേ അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ നീ കുറ്റപ്പെടുത്താനും പാടില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വെറുതെ പറയലും കേൾക്കലും ഒരിക്കലും പോരാത്തതാണ്, മതിയാകാത്തതാണ്. വെറുതെ പറഞ്ഞാൽ പോരാ, വെറുതെ കേട്ടാൽ പോരാ. ഔ അൽ ഖസ്സമഅ വഹുവ ഷഹീദ്, നീ പറയുന്നത് ഞാൻ കേൾക്കണം, നീ പറയുന്നത് ഞാൻ കേൾക്കാൻ വേണ്ടി എൻ്റെ കാത് ഞാൻ നിനക്ക് വേണ്ടി ഇട്ടു തരണമെന്നാണ്. അൽഖ എന്ന് പറഞ്ഞ് ഇടുക എന്നാണ്, ഇട്ടു കൊടുക്കണം, കാതോട് ഇട്ടു കൊടുക്കണം. കാമ്പസാർ തലീമിൻ്റെ സദസ്സിൽ വന്നിരുന്നാൽ നമ്മുടെ ശരീരം ഇവിടെയാണ്, പക്ഷെ മനസ്സ് വേറെ എവിടെയോ ആണ് എന്ന് പറയരുത്. വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. ഖുർആൻ പറയുക, ഞാൻ പറയുന്നല്ല ഇതൊന്നും, ഇതൊക്കെ ഖുർആൻ്റെ വാക്കുകളാണ്. വലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആകരുത്. എങ്ങനെ ആകരുത്? കല്ലദീന ഖാലൂ സമിഅനാ, അവർ പറയുന്നു, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. വഹും ലാ യസ്മഊൻ, അല്ലാഹു പറയാണ്, യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകരുത്. ലാ തകൂനു കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അതിനോട് ചേർത്ത് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടമായ വൃത്തികെട്ട ജന്തു ആരാണെന്നറിയുമോ? ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സുമ്മും ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. കാതുണ്ട്, പക്ഷേ കേൾക്കേണ്ടതൊന്നും കേൾക്കുന്നില്ല. കണ്ണുണ്ട്, പക്ഷേ കാണേണ്ടതൊന്നും കാണുന്നില്ല. ബുദ്ധിയുണ്ട്, പക്ഷേ ചിന്തിക്കേണ്ട നല്ല കാര്യങ്ങളൊന്നും അവൻ ചിന്തിക്കുന്നില്ല. കാഴ്ചയ്ക്ക് 2 കാതും കണ്ണും ഖൽബും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഉപകാരപ്പെടുന്നില്ല. അങ്ങനത്തെ ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സൃഷ്ടികൾ, ജന്തുക്കൾ എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരലോകത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ, ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചിട്ട് കേൾക്കുമ്പം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്കുകളിലൂടെ, വരികളിലൂടെ നമ്മൾ ആഖിറത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചിട്ട്, അള്ളാഹുവിനെക്കുറിച്ച്, അർശ് കുർസിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അതിനോടൊപ്പം സഞ്ചരിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടാകണം. അള്ളാഹു നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഈ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ألف لام ميم. الله ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. ഈ ഖുർആൻ ഹിദായത്തിൻ്റെ വഴിയാണ്, ഹിദായത്തിൻ്റെ മാർഗമാണ്. നേർമാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു തരുന്ന വിശുദ്ധ വാക്യങ്ങളും വചനങ്ങളും വരികളുമൊക്കെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ലാ റൈബ ഫീ. പക്ഷേ ഹുദൽ ലിൽ മുത്തഖീൻ, ഇതെല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല, എല്ലാവർക്കും വഴികാട്ടി ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരുടെ കണ്ണുകൊണ്ട് നോക്കിയാലും ഈ നന്മ കാണാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ മാർഗത്തെ തുറന്നു കൊടുക്കുക. മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ഖുർആനിൻ്റെ വെളിച്ചം അള്ളാഹു നൽകുക. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആദ്യമായി അള്ളാഹു പറഞ്ഞത്
യുഅ്മിനൂന ബിൽ ഗൈബാണ്, മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് വിശ്വസിക്കണം. അള്ളാഹു പറഞ്ഞാൽ അത് ഞാനങ്ങ് വിശ്വസിക്കും. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ അത് ഞാനങ്ങ് വിശ്വസിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് വേണ്ടി പോയി. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും അത്ഭുതകരമായ ആ യാത്ര സംഭവിച്ചു. അതിനെക്കുറിച്ചിട്ട് ഖുർആൻ തന്നെ അത്ഭുതത്തോടുകൂടി അതിശയോക്തിയോടുകൂടിയാണ് നമുക്ക് പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سبحان الذي أسرى بعبده തൻ്റെ പ്രിയപ്പെട്ട ദാസനെയും കൊണ്ട് രാപ്രയാണം നടത്തിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധനാണ്. രാത്രിയിൽ കിടന്നുറങ്ങിയ ഹറമിൻ്റെ പരിസരത്തു നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ഇലൽ മസ്ജിദുൽ അഖ്സ, അങ്ങേ അറ്റത്തുള്ള ഒരു പള്ളിയിലേക്ക് അഥവാ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ യാത്ര കൊണ്ടുപോയി. അവിടെ നിന്നും അങ്ങ് ആകാശലോകങ്ങളിലേക്ക്, അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് രാപ്രയാണം നടത്തി. ഇസ്രാഉം മിഅ്റാജും നടന്നു. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ വിരിപ്പിലാണ് കിടന്നുറങ്ങിയത്. പക്ഷേ പ്രഭാതത്തിൽ അതേ വിരിപ്പിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അത്ഭുതകരമായ നിലയിൽ ഏഴാകാശവും കടന്ന് ബാക്കി ആകാശങ്ങളൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരായ നമ്മളിങ്ങനെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എത്തിയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ. എന്താ മനസ്സിലാക്കുന്നത്? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേട്ടാൽ മാത്രം പോരാ. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ അത്ഭുതമുണ്ടാകാം. പക്ഷെ ഇപ്പം അങ്ങനെ അധികം അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഏഴാകാശം ഒന്നും കടന്നില്ലെങ്കിലും എവിടെയൊക്കെയോ നമ്മളുടെ നാട്ടുകാരി അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കുറച്ചു കാലം അവർ താമസിച്ചു, ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, ഉണ്ടോ? അപ്പം അത്ഭുതകരമായ നിലയിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നവനായ ഈ അള്ളാഹു വിചാരിച്ചാൽ ഒരു സംവിധാനങ്ങളുടെയും സഹായമില്ലാതെ അവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും മഹാനായ ദാസനെയും കൊണ്ട് രാപ്രയാണം നടത്താൻ, ഇസ്രാ മിഅ്റാജ് നടത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ കാല് വയ്യാത്തതുകൊണ്ടാണല്ലോ, ചിലപ്പോൾ സുബഹി നിസ്കാരം കോട്ടക്കുന്നിലെ പള്ളിയിൽ നിസ്കരിക്കും. ളുഹർ നമസ്കാരം ചിലപ്പോൾ അബുദാബിയിലോ കുവൈത്തിലോ മറ്റോ നിസ്കരിക്കും. അത്ഭുതകരമായ നിലയിൽ ഞാനിങ്ങനെ ളുഹർ നിസ്കാരത്തിന് ശേഷം എയർപോർട്ടിൽ ഇറങ്ങി ലിഫ്റ്റിൽ കയറുമ്പം നാട്ടിൽ നിന്നും ആ മദ്രസയിൽ ഒരു വിദ്യാർത്ഥി വിളിക്കുകയാണ് അവൻ്റെ ഉപ്പാനെ. അപ്പോൾ ഉപ്പാനാണ് എന്നെ കൂട്ടാൻ വന്നത്. അപ്പോൾ കൂട്ടാൻ വന്നപ്പോൾ അത്ഭുതത്തോടെ ഇയാൾ ഞാനുള്ളതുകൊണ്ട് ബഹുമാനത്തോടെ മോനോട് പറയാം, ഉസ്താദിൻ്റെ ഒപ്പരാണ് ഞാനുള്ളത്. ഈ ചെക്കൻ അത്ഭുതം, ഉസ്താദിൻ്റെ ഒപ്പരം സുബൈക്ക് എൻ്റെ അടുത്തല്ലേ ഉസ്താദ് നിന്ന് നിസ്കരിച്ചത്, എൻ്റെ അടുത്തല്ലേ ഉസ്താദ് ആടെ എത്തിയ? ആ ഉസ്താദ് ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് അത്ഭുതം ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നതൊക്കെ തിരിയുന്നുണ്ടോ? എന്താ ഞാൻ പറയുന്നത്? ഞാൻ ഗൾഫിൽ പോയ കാര്യം പറയല്ല. ഞാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇനും മിഅ്റാജിനും പോയതിനെക്കുറിച്ച് പറയാണ്. അങ്ങനെ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അത്ഭുതമല്ലേ? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും വിശ്വസിക്കാൻ അറിയോ? കൽക്കരിയിൽ ഓടുന്ന തീവണ്ടിയിൽ കയറി, തീവണ്ടി ഇന്ന് വന്നാൽ പിന്നെ ചിലപ്പോൾ 2-3 ദിവസത്തിന് ശേഷം അടുത്ത തീവണ്ടി വരെ. കൽക്കരിയിലല്ലേ പണ്ട് തീവണ്ടി ഓടിയത്? കേൾക്കുന്നുണ്ടല്ലോ. കൽക്കരിയിൽ ഓടിയിരുന്ന തീവണ്ടി, അതിൻ്റെ അപ്പുറത്തേക്ക് ചക്രങ്ങൾ പിടിപ്പിക്കാത്ത കാളവണ്ടി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിച്ചിരുന്ന, അതിനേക്കാളും അപ്പുറത്ത് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗത്തിൻ്റെ മുമ്പിൽ രാവിലെ ഉറക്കമെഴുന്നേറ്റ് കണ്ണും തിരുമ്മി വന്നിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ രാത്രി ഇടപോയിട്ട് വന്നാന്നറിയോ? സുബൈ നിസ്കാരം കോട്ടക്കുന്നിലും ളുഹർ നിസ്കാരം കുവൈത്തിലും നിസ്കരിച്ചിട്ട് വരിക എന്ന് പറയാം. വാടാ, ഇയാൾ അങ്ങനെയല്ലേ പറയാം, ഓടാ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ പ്രഭാതത്തിൽ കഅബയുടെ പരിസരത്തിരിക്കുന്ന ഖുറൈശി പ്രമുഖന്മാരുടെ കാതുകളിൽ ഈ ഒരു വാർത്ത എത്തിച്ചപ്പോൾ അവർ അട്ടഹസിച്ചു, ചിരിച്ചു, കളിയാക്കി, പരിഹസിച്ചു. നമ്മൾ പണ്ടേ മുഹമ്മദിനെ വിളിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂൻ എന്നാണ്. സലാത്ത് പറയാൻ മറക്കരുതാരും, സലാത്ത് പറയാൻ മടിക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ മജ്നൂൻ, ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഉറപ്പായില്ലേ? മുഴുപ്രാന്തല്ലേ. പ്രിയപ്പെട്ടവരെ,
ആളുകൾ ഇങ്ങനെ ആഘോഷമാക്കി, ശത്രുക്കൾ ഇതിനെ ആഘോഷമാക്കി. അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഹേയ് മുട്ടി വിളിച്ചു. എന്താ കാര്യം ഈ സമയത്ത്? നീ അറിയോ ഒരു കാര്യം? നിന്റെ സഹോദരൻ, നിന്റെ സുഹൃത്ത്, നിന്റെ നേതാവ്, നിന്റെ നബി പറഞ്ഞു എവിടം വരെ എത്തിയെന്നറിയോ? എവിടം വരെ എത്തി? രാത്രി കടന്നുറങ്ങിയപ്പോൾ ഉറക്കം എഴുന്നേൽക്കുന്നതിൻ്റെ ഇടയിൽ ബൈത്തുൽ മഖ്ദിസ് വരെയും അവിടുന്ന് അങ്ങോട്ട് ഏഴാനാകാശം വരെയും അർശും അതുമൊക്കെ കടന്നിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഇവരെന്താ വിചാരിച്ചത്? അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ചില ആളുകൾ യുക്തിവാദികൾക്കും പുരോഗമനവാദികൾക്കും ഒക്കെ മറുപടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ നമുക്ക് റസൂലുള്ളാഹി 11 കെട്ടേണ്ടിയില്ലായിരുന്നു അല്ലേ, 11 കെട്ടേണ്ടിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ നമ്മളുടെ വകയായിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ ചെറുങ്ങനെ താങ്ങി നിർത്താനൊന്നും ആരും മെനക്കെടുവൊന്നും വേണ്ട. ഖുർആനിനെയും ഹദീസിനെയും ഇറക്കിയവൻ, നമുക്ക് നൽകിയവൻ, ആകാശഭൂമികളെ താങ്ങി നിർത്തിയിരിക്കുന്ന അള്ളാഹു ആണ്. ആ അള്ളാഹു അത് അറിഞ്ഞും കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും അബൂബക്കർ സിദ്ദീഖിനോട് പരിഹാസ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് അങ്ങനെ പറഞ്ഞോ, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെയാണല്ലോ വിചാരിച്ചത്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ ആവേശത്തോടു കൂടി മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ആടാ പറഞ്ഞത്, എന്താ വിചാരിച്ച? മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എൻ്റെ നബി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാലേ എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് സത്യമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഇതാണ് വിശ്വാസം പ്രിയപ്പെട്ടവർ. ഇതാണ് യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്നത്. എൻ്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിന് എനിക്ക് സംശയമൊന്നുമില്ല. അതിനെനിക്കിനി ശാസ്ത്രത്തിൻ്റെ സഹായം വേണമെന്നില്ല, പിൻബലം വേണമെന്നില്ല, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ വിവരമുണ്ടെന്ന് പറയുന്ന ആളുകളുടെ നാവിലൂടെ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ച് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവറുകൾക്ക്, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന് സിദ്ദീഖ് എന്ന് പേര് വന്നത്. സിദ്ദീഖ് വെറും സിദ്ദീഖ് അല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഏറ്റവും വലിയ സത്യസന്ധനായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചിട്ട് വിശ്വാസം ഉണ്ടാകണം, ആഖിറത്തെക്കുറിച്ച് വിശ്വാസം ഉണ്ടാകണം, അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞു തന്നോ അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് മെറാജിൻ്റെ രാത്രിയിൽ ഓരോ ആകാശങ്ങളിലും ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ നബിമാരെ ഞാൻ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ ഞാൻ കണ്ടു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ ഞാൻ കണ്ടു. ഞാൻ സലാം പറഞ്ഞു, അദ്ദേഹം സലാം അടക്കി, ഞങ്ങൾ തമ്മിൽ കുശലാന്വേഷണം നടത്തി. ഒടുവിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മടങ്ങിപ്പോയാൽ അങ്ങയുടെ അനുയായികളായ എൻ്റെ മക്കളായ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം, എൻ്റെ സലാം പറയണം. എന്നിട്ട് ഉപ്പാപ്പൻ്റെ വകയായിട്ട് അവരോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നെ ഏൽപ്പിക്കാം. ഞാൻ മലയാള ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയൊക്കെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒക്കെ വാക്കാണ്. എൻ്റെ വകയായി അവർക്ക് ഞാനൊരു സന്ദേശത്തെ തരാം, അവരോട് പോയി പറയണം. എന്താ പറയേണ്ടത്? സ്വർഗം എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഉപ്പാപ്പ പറഞ്ഞയക്കുകയാണ് അവിടുന്ന്. എന്താ പറഞ്ഞയക്കുന്നത്? സ്വർഗം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അവിടുത്തെ മണ്ണിൽ എന്ത് കൃഷി ചെയ്താലും പെട്ടെന്ന് അത് വിളവായി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ആ ഫലഭൂയിഷ്ടമായ മണ്ണിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അതിൽ കൃഷി ഇറക്കാൻ വേണ്ടി അവരോട് പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് നമ്മൾ ഉപ്പാപ്പമാർ പായക്കപ്പലിൽ കയറി ദുബൈ എന്ന് പറയുന്ന ഒരു നാട്ടിൽ പോയി. അന്ന് ദുബൈയിലെ ആളുകൾ അന്ന് നമ്മളെപ്പോലെ പാവങ്ങളും സാധുക്കളും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. കുറച്ചു കാലം അവിടുന്ന് പണിയെല്ലാം എടുത്തിട്ട് സാമ്പത്തികമായി പുരോഗതിയെല്ലാം ഉണ്ടായി. അവിടുത്തെ ദിർഹംസിന് വിലയും നിലയൊക്കെ ഉണ്ടായപ്പോൾ ആ ഉപ്പാപ്പന്മാർ അവിടുന്ന് പറഞ്ഞിങ്ങോട്ട് അയക്കുകയാണ്. എന്താ പറഞ്ഞയക്കുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം തോറ്റിട്ടാണെങ്കിലും
ഒരു പാസ്പോർട്ട് തരപ്പെടുത്തിയിട്ട് പായ്ക്കപ്പലിലെങ്ങാനും കയറിയിട്ട് ഇങ്ങ് വരാൻ പറ. ഇവിടുത്തെ മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇവിടെ ₹1 നമ്മൾ സമ്പാദിച്ചാൽ നാട്ടിലെ, ഇപ്പോഴാണല്ലോ 22, 23 ആയി, നമ്മളൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ അന്ന് തികച്ച് ₹1.5 ഒന്നും കിട്ടൂല. എന്നാലും വേണ്ടിയില്ല, ₹1 കിടന്ന് സമ്പാദിച്ചാൽ നമ്മുടെ നാട്ടിൽ ₹1.5 ബാ എന്ന് പറയുന്നില്ലേ. ബാ, ഇവിടുത്തെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമാണ്, ഇങ്ങോട്ട് വാ. ഇവിടെ കൃഷി ഇറക്കിയാൽ വലിയ ലാഭം ഉണ്ടാകും, കച്ചവടം ചെയ്താൽ വലിയ ലാഭം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയണം, ഇത് ഫലഭൂയിഷ്ടമായ മണ്ണാണ് സ്വർഗം എന്ന് പറയും. അത് കാലിയാണ്, അതാ പ്രധാന വിഷയം. ഇപ്പം കാലിയാ, ഇപ്പം ആരും വന്ന്, ഞാൻ സൗദി അറേബ്യയിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം ജിദ്ദ എന്ന് പറയുന്ന വലിയ നാട്ടിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന 14 മലയാളി ഫാമിലികൾ ഉണ്ടാണ്. 14 മലയാളി ഫാമിലികൾ നമുക്ക് ഇന്നിപ്പോൾ ഒന്ന് എണ്ണാൻ കഴിയും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പറഞ്ഞ വാക്കിൻ്റെ പ്രായോഗികത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അദ്ദേഹം പറയാം, ഇപ്പം ആ സ്വർഗത്തിൻ്റെ വിശാലമായ ഫലഭൂയിഷ്ടമായ ഭൂമി വെറുതെ കിടക്കാണ്, കാലിയായി കിടക്കാണ്, തരിശായി കിടക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കരുതലോടുകൂടി അവിടെ കൃഷി ഇറക്കാൻ പറയണേ എന്ന് പറഞ്ഞു. അള്ളാഹു ആ ഉപദേശം കേട്ട് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യമില്ലേ, റിയൽ എസ്റ്റേറ്റ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒരുപാട് കാലിസ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയപ്പോൾ, സ്ഥലം കിട്ടാൻ പ്രയാസമായപ്പോൾ, ഇവിടുത്തെ സ്ഥലത്തിന് വില കൂടിയപ്പോൾ ഓരോരുത്തർ അതിർത്തി കടന്ന് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി കുറച്ച് സ്ഥലം വാങ്ങി. ആ സ്ഥലം വാങ്ങിയതിൽ നമ്മൾ ചെറിയ ചെറിയ പല കൃഷികളും ചെയ്തു. പലരും പല കൃഷിയും ചെയ്തു. കുറേ അങ്ങ് രക്ഷപ്പെട്ടു, കുറേ അങ്ങ് കഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സാങ്കല്പിക ചോദ്യം ഉണ്ടല്ലോ, ഇബ്രാഹിമേ അലൈഹിസ്സലാം, എന്ത് കൃഷിയാണാവോ അവിടെ ഇറക്കേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എന്ത് പരിപാടി അവിടെ തുടങ്ങേണ്ടത്, സോഫ്റ്റ്വെയർ തുടങ്ങണോ, അല്ല ഹാർഡ്വെയർ തുടങ്ങണോ, അല്ല ചായക്കട തുടങ്ങണോ, തട്ടുകട തുടങ്ങണോ, എന്താ തുടങ്ങേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവരോട് പറയണം, അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഗറസുഹ, അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അതാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ കൃഷി ഇറക്കാം. സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അല്ലാഹു അക്ബർ എന്ന് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. അതൊക്കെ കേൾക്കുന്നില്ലേ? ഇന്ന് മുതൽ നന്നായി പറയണം കേട്ടോ, അധികരിപ്പിക്കണം. നമ്മൾ വീട്ടിൽ പോയിട്ട് ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയണം, ഞാൻ നല്ലൊരു റിയൽ എസ്റ്റേറ്റുമായിട്ടാണ് വന്നത്, കച്ചവട താപവുമായിട്ടാണ് വന്നത്. നിങ്ങൾ കിട്ടുന്നിടത്തോളം സമയം സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, പറയിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഇവിടെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വൃക്ഷം നടപ്പെടുന്നു. ഒരു വൃക്ഷം നടും. എന്നിട്ടോ ഒരു വൃക്ഷം നട്ടുവെച്ചതിൻ്റെ തണലിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ വേഗത്തിൽ ഓടുന്ന ഒരു കുതിര 100 വർഷം ഓടിയാലും അതിൻ്റെ തണൽ വിട്ട് കിടക്കുകയില്ല. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നറിയോ? ഇത് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമാക്കി മാറ്റണം. അതാണ് യുമിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്നത്. അതാണ് റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട ആദ്യത്തെ പാഠം. സ്വർഗം, ആ സ്വർഗത്തിൻ്റെ വിശാലത, ആ സ്വർഗത്തിൻ്റെ ഫലഭൂയിഷ്ഠത, ആ സ്വർഗത്തിൽ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ചെറിയൊരു ദിക്റിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിഅമത്ത്, അനുഗ്രഹം, തണല്. ആ തണല്, ഒരു വൃക്ഷത്തിൻ്റെ തണലെന്ന് പറഞ്ഞാൽ 100 വർഷം കുതിര ഓടിയാലും തീരാത്തത്ര വിശാലമായ വൃക്ഷത്തെ അള്ളാഹു നമുക്ക് വേണ്ടി വെക്കുമെന്ന് റസൂലുള്ളാഹി. അഥവാ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞെങ്കിൽ അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വൃക്ഷം നടും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പക്ഷേ നമ്മളുടെ താൽക്കാലികമായ ഇന്നത്തെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ബോധ്യപ്പെടാൻ പ്രയാസമുള്ളതാണെങ്കിൽ പോലും അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, നമ്മുടെ റബ്ബ് പറഞ്ഞാൽ, നമ്മുടെ റബ്ബിൻ്റെ റസൂല് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും. അള്ളാഹുൽ വിശ്വസിക്കും. അള്ളാഹു അവൻ നമ്മളെ കാണുന്നവനാണ്, അവൻ നമ്മളെ കേൾക്കുന്നവനാണ്, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഞാൻ ഓതിയ 2-3 ആയത്തുകളില്ലേ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബകളുടെ, പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ അധികവും ഓതിയിരുന്ന 3 ആയത്തുകളാണ്. ഈ 3 ആയത്തുകളാണ് സുന്നത്തിന് വേണ്ടി നമ്മളും നമ്മുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഓതുന്നത്. അതിൽ പ്രധാനമായും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നാണ്. ഇന്നല്ലാഹ
കാന അലൈക്കും റഖീബ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ ബോധം എനിക്കുണ്ടാകണം. ആ ബോധം എനിക്കുണ്ടായാൽ, ആ മറഞ്ഞ കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായാൽ എൻ്റെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാകും. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. മുത്തഖി ആകാനാണ് നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത്. മുത്തഖി ആവുക എന്ന് പറയുന്ന വലിയ സാഹസികമായ ഒരു കർമ്മമാണ് നമുക്ക് ഈ മാസത്തിൽ ചെയ്തു തീർക്കാനുള്ളത്. മുത്തഖി ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ അർത്ഥം എല്ലാ സമയത്തും എന്നെ എൻ്റെ റബ്ബ് കാണുന്നു എന്ന ബോധം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം ശുദ്ധമാകും, നമ്മുടെ ജീവിതം പാപരഹിതമാകും. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയും വരികയില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അതാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം. നമ്മൾ സാധാരണഗതിയിൽ സൂക്ഷിക്കണേ, ഇവിടെ CC ക്യാമറ ഉണ്ട് എന്ന് പറയാറില്ലേ? സൂക്ഷിക്കണേ, ഇവിടെ CC ക്യാമറ ഉണ്ട്. വാഹനം വളരെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡ്രൈവർ അവൻ്റെ മുമ്പിൽ തെളിയാൻ സാധ്യതയുള്ള ഒരു ക്യാമറയെ ഭയപ്പെടുന്നു. അവൻ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നു. അഥവാ സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും, ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈനിനെ മനുഷ്യന് ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെവിടങ്ങളിലൊക്കെ ചില ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ തരണം, കിട്ടണം, ലഭിക്കണം. അങ്ങനെ ഒരു ബോധമുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് കൺട്രോൾഡ് ആവും. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര നമുക്ക് കൃത്യമായ വഴിയിലൂടെ ആക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിലൂടെ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി വിശ്വാസമുണ്ടാക്കുക, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ മാത്രമാണ്, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ രൂഢമൂലമായാൽ മാത്രമാണ് ബാക്കിയുള്ള അമലുകൾ നമുക്ക് എളുപ്പമാവുകയുള്ളൂ, അമലുകളിൽ നമുക്ക് ലദ്ദത്ത് ലഭിക്കുകയുള്ളൂ, അമലുകളിലൂടെ നമുക്ക് പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം, ഈമാനിനെ ശക്തിപ്പെടുത്തണം. അതിനെന്താ വേണ്ടത്? അതിന് അള്ളാഹുവിനെ കുറിച്ചിട്ട് അധികമായി നമ്മൾ പറയണം, അള്ളാഹുവിനെ കുറിച്ച് അധികമായി നമ്മൾ കേൾക്കണം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ അധികമായ നിലയിൽ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞും കേട്ടും ഹൃദയത്തെ പാകപ്പെടുത്തണം. അതിനായി ഈ പരിശുദ്ധ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. ഗൈബിയായ എല്ലാ വിഷയങ്ങളിലും അടിയുറച്ച വിശ്വാസത്തെ അള്ളാഹു നമുക്കൊക്കെ സമ്മാനിക്കുമാറാകട്ടെ. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവ് കൊണ്ട് നമുക്കറിയിച്ചിട്ടുള്ള സംഗതികളിൽ അല്പം പോലും സംശയമില്ലാതെ അടിയുറച്ച് വിശ്വസിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നേരത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ആ വിശ്വാസത്തെ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട്, അഥവാ കലിമ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതാന്ത്യം വരെ ഇസ്സത്തും ഇഫ്ഫത്തും ആഫിയത്തും ആരോഗ്യവും ഒക്കെ നമുക്ക് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഒക്കെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക വസല്ലിം അലൈഹി. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا شقيا ولا مطرودا ولا محروما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا.
اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا من الدين والمظالم والنار. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا من الدين والمظالم والنار. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.